മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന സെഷനാണ്. ഈ ഒരു സെഷന് നമ്മൾ നോക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്, അതുപോലെ ടീച്ചിങ് എക്സാമുകൾ, LP, UP, HSA, HSST, നെറ്റ്, സെറ്റ്, CTET, KTET തുടങ്ങിയ എക്സാമുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് CTET എക്സാമിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് എന്താണെന്ന് നോക്കാം. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന ഭാഗത്തുനിന്ന് ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 15 ക്വസ്റ്റ്യൻസ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് 5 ക്വസ്റ്റ്യൻസ്, ലാംഗ്വേജ് ആൻഡ് പെഡഗോഗി എന്ന് പറയുന്നിടത്തും 10 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ടോട്ടൽ 30 മാർക്കിന് 30 ക്വസ്റ്റ്യൻസ് ആണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്ന ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചൈൽഡിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഏരിയ ഓഫ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത്. 6 ഏരിയാസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണുള്ളത്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ 6 ഏരിയാസ് ആണ് ഡെവലപ്മെൻറ്റ് ഉള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മീൻസ് ദ പ്രോഗ്രസ് ഓഫ് എ ചൈൽഡ്സ് കൺട്രോൾ ഓവർ ഇസ് ബോഡി. ഒരു കുട്ടിക്ക് സ്വന്തം ബോഡിയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയുടെ ഡെവലപ്മെൻറ്റിനെയാണ് എന്ത് പറയുക, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. ദിസ് ഇൻക്ലൂഡ്സ് ആ കൺട്രോൾ ഏതിലേക്കാണ് കൺട്രോൾ വരുന്നത്, ഓവർ മസിൽസ്, ഫിസിക്കൽ കോർഡിനേഷൻ, എബിലിറ്റി ടു സിറ്റ് ആൻഡ് സ്റ്റാൻഡ്. എന്തിനൊക്കെയാണ്, മസിൽ കൺട്രോളിങ്, അതുപോലെ ഫിസിക്കൽ കോർഡിനേഷൻ, നമ്മൾ ഫിസിക്കൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറിൽ വരുന്ന കോർഡിനേഷൻ. ഇപ്പോൾ നമുക്ക് കൈ തിരിക്കാൻ പറ്റുന്നത്, വളയ്ക്കാൻ പറ്റുന്നത്, നടക്കാൻ പറ്റും, അങ്ങനെയുള്ള കോർഡിനേഷൻസാണ്. ഒരു സാധനം പിക്ക് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള. പിന്നെ എബിലിറ്റി ടു സിറ്റ് ആൻഡ് സ്റ്റാൻഡ്, ഇരിക്കാനും നിൽക്കാനുള്ള ഒരാളുടെ കഴിവ്. ഇത്രയും കഴിവിലുണ്ടാവുന്ന കൺട്രോളിനെയാണ് എന്ത് പറയുക, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ ഫിസിക്കൽ ഗ്രോത്ത് ഫ്രം ബർത്ത് ടു അഡൽട്ട്ഹുഡ്. നമ്മൾ സിമ്പിളായിട്ട് പറയണമെന്ന് എന്താ പറയുക, ഫിസിക്കൽ ഗ്രോത്ത് ആണ്. എവിടെ മുതൽ, ജനിച്ചത് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള ഫിസിക്കൽ ഗ്രോത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ബോഡി സൈസ് ഫ്രം ബർത്ത് ടു അഡൽട്ട്ഹുഡ്. ബോഡി സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ്, ജനിച്ചത് മുതൽ അഡൽട്ട്ഹുഡ് വരെ ഒരാളുടെ ബോഡി സൈസിലുള്ള ഇൻക്രീസിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നെക്സ്റ്റ് പറയുന്നത് എന്താ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് 2 ഡയമെൻഷനിലാണുള്ളത്. ഫസ്റ്റ് പറയുന്നത് ചേഞ്ച് ഇൻ ഗ്രോസ് ഫിസിക്കൽ സ്ട്രക്ചർ, നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഹൈറ്റ്, സൈസ്, വെയിറ്റ്, ഇതിലൊക്കെ വരുന്ന മാറ്റങ്ങൾ. ദെൻ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലെ ലങ്സിൻ്റെ കാര്യത്തിൽ, അതുപോലെ ലിവർ, ബ്രെയിന്, ഹാർട്ട്, അതുപോലെ ഇൻറ്റസ്റ്റൈൻസ് ഈ എക്സ്ട്രോക്രൈൻ ഗ്ലാൻസുകൾ, എൻഡോക്രൈൻ ഗ്ലാൻസുകൾ, ഇതിൻ്റെയൊക്കെ ഗ്രന്ഥികളുടെ ഇതിൻ്റെയൊക്കെ വളർച്ച, അതിൻ്റെയൊക്കെ ചേഞ്ചസ്, അതിൻ്റെയൊക്കെ ഷേപ്പിൽ, അതിൻ്റെ ഫങ്ഷനുകളൊക്കെ ഉള്ള മാറ്റങ്ങൾ, ഇതിനൊക്കെ എന്ത് പറയാൻ പറ്റും നമുക്ക്, ഫിസിക്കൽ ചേഞ്ചസ്. ആ ഫിസിക്കൽ ചേഞ്ചസ് 2 ഡയമെൻഷനിലാണ് നടക്കുന്നത്. ചേഞ്ച് ഇൻ ഗ്രോസ് ഫിസിക്കൽ സ്ട്രക്ചറും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ ഓർഗൻസും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, റാപ്പിഡ് സ്റ്റേജ് എന്ന് പറയും. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ റാപ്പിഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻഫാൻസി സ്റ്റേജ് ആണ്. 0 to 2 years ആണ്. ഈ 0 to 2 years ഉള്ള ഇൻഫാൻസി സ്റ്റേജിലാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് റാപ്പിഡായിട്ട് നടക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രീ ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആയിട്ടുള്ള 3 to 6 years ആണ് എന്ത്, പ്രീ ചൈൽഡ്ഹുഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ 3 to 6 yearsലെ പ്രീ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ഫിക്സേഷനാണ് സംഭവിക്കുന്നത്. ഇൻഫാൻസി സ്റ്റേജിലുണ്ടായ റാപ്പിഡ് ഗ്രോത്തിൻ്റെ ആ ഒരു ഗ്രോത്തിൻ്റെ ഫിക്സേഷനാണ് എവിടെ നടക്കുന്നത്, പ്രീ ചൈൽഡ്ഹുഡിൽ നടക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മിഡിൽ ചൈൽഡ്ഹുഡ്. മിഡിൽ ചൈൽഡ്ഹുഡിൽ എഗെയിൻ എന്താ നടക്കുന്നത്, അതും മിഡിൽ ചൈൽഡ്ഹുഡിലും ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സ്റ്റേജാണ്.
7 to 9 ഇയേഴ്സ്. എന്നാൽ നെക്സ്റ്റ് ലാറ്റർ ചൈൽഡ്ഹുഡിൽ നടക്കുന്നത് എന്താണ്? പീരീഡ് ഓഫ് ഫിക്സേഷൻ ആണ്. അപ്പോൾ പീരീഡ് ഓഫ് ഫിക്സേഷൻ നടക്കുന്നത് പ്രീ ചൈൽഡ്ഹുഡിലും ലേറ്റർ ചൈൽഡ്ഹുഡിലുമാണ് പീരീഡ് ഓഫ് ഫിക്സേഷൻ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, റാപ്പിഡ് ഗ്രോത്ത് നടക്കുന്നത് ഇൻഫാൻസി സ്റ്റേജിലും മിഡിൽ ചൈൽഡ്ഹുഡിലും എന്ത് നടക്കുന്നുണ്ട്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതേപോലെ ഏർലി അഡോളസൻസ് പീരീഡിൽ, അഡോളസൻസിൻ്റെ ആദ്യത്തെ 3 കാലഘട്ടം, ഫസ്റ്റ് 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 13 വയസ്സ് മുതൽ 13, 14, 15 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എന്താണ്? റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്ന കാലഘട്ടമാണ് അഡോളസൻസിൻ്റെ ആദ്യത്തെ 3 വർഷം. ഏതുപോലെ? ഇൻഫാൻസിലെ പോലെ തന്നെ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതാണ്. എന്നാൽ അതിനുശേഷം ഈ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞതിന് ശേഷം അഡോളസൻസ് ഫോളോഡ് എ പീരീഡ് ഓഫ് സ്ലോ ഗ്രോത്ത്. പിന്നെ ഗ്രോത്ത് എന്ത് ചെയ്യും? ഒന്ന് സ്ലോ ആവും. പെട്ടെന്ന് നടന്നിരുന്ന ആ ഗ്രോത്ത് സ്ലോ ഡൗൺ ആയിട്ട് വരും. ദെൻ ഫിസിക്കൽ ഗ്രോത്ത് സീസസ് ബൈ ദ അറ്റൈൻമെൻറ്റ് ഓഫ് മെച്യൂരിറ്റി. ഒരു വ്യക്തി എപ്പോഴാണോ മെച്യൂരിറ്റി, പരിപക്വത നേടുന്നത്, അപ്പോൾ എന്ത് ചെയ്യും? സീസസ് മീൻസ് സ്റ്റോപ്പ് ആവും. എന്ത്? ഫിസിക്കൽ ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. നെക്സ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ആണ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? പാരമ്പര്യമായിട്ട് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്. നമ്മളെ ജീനിലൂടെ, ഒരു കുട്ടിക്ക് ജീനിലൂടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്വാളിറ്റീസിനെ അല്ലെങ്കിൽ ഗുണങ്ങളെയാണ് എന്ത് പറയുക, എന്താണോ കിട്ടുക അതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുക, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊട്ടൻഷ്യൽ ദാറ്റ് ചൈൽഡ് ഗെറ്റ് ഫ്രം ഹിസ് പാരൻസ്, ഹിസ് ഓർ ഹെർ പാരൻസ്. അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ജീനിലൂടെ കിട്ടുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയുന്നത്? ഹെറിഡിറ്റി എന്ന് പറയും. ഇതെന്ത് ചെയ്യും? കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ന്യൂട്രീഷൻ ദാറ്റ് ചൈൽഡ് ഗെറ്റ് ബിഫോർ ബർത്ത് ആൻഡ് ആഫ്റ്റർ ബർത്ത് അഫക്റ്റ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. കുട്ടിയുടെ ജനനത്തിന് ശേഷം ജനനത്തിന് മുൻപുള്ള ന്യൂട്രീഷ്യസ് ഫുഡുകൾ എന്ത് ചെയ്യും? കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന പറയുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ അറ്റ് പ്രോപ്പർ ടൈം സേവ് ദ ചൈൽഡ് ഫ്രം ഡിസീസസ്. കറക്റ്റ് ടൈമിലുള്ള ഇമ്മ്യൂണൈസേഷൻ കുട്ടികളെ എന്തിന് രക്ഷപ്പെടുത്തും? ഡിസീസിൽ നിന്ന്. അത് അവരെ എന്ത് ചെയ്യും? ഡെവലപ്മെൻറ്റിനെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന. ഇമ്മ്യൂണൈസേഷൻ കൊടുത്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. ദിസ് ഹെൽപ്പ് ദ ചൈൽഡ് ടു ഗ്രോ പ്രോപ്പർലി. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ കുട്ടികളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രോപ്പർ ഡെവലപ്മെൻറ്റിന്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയത് ഫാക്ടേഴ്സാണ്. ഏതൊക്കെ ഫാക്ടേഴ്സാണ് നോക്കിയത്? ഹെറിഡിറ്റി നോക്കി, ന്യൂട്രീഷൻ നോക്കി, ഇമ്മ്യൂണൈസേഷൻ നോക്കി. 3 ഫാക്ടേഴ്സാണ് എന്ത് ചെയ്തത്? ഡെവലപ്മെൻറ്റിനെ, ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാക്ടേഴ്സാണ് സൺലൈറ്റ് ആൻഡ് പ്യുവർ എയർ ഹെൽപ്പ് ഗുഡ് ബോഡി ഡെവലപ്മെൻറ്റ്. അതുപോലെ സൺലൈറ്റ്, അതുപോലെ പ്യുവർ എയർ പ്യൂരിഫൈഡ്, എന്താ? പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള, പൊല്യൂഷൻ ഇല്ലാത്ത എയർ, പ്യൂരിഫൈഡ് എയർ, പ്യുവർ ആയിട്ടുള്ള എയറും അതുപോലെ പ്രോപ്പർ സൺലൈറ്റും കുട്ടികൾ എന്തിനു ചെയ്യും? ഗുഡ് ബോഡി ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം സൺലൈറ്റിൽ നിന്ന് കുറേ എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റാമിൻസില്ല, വിറ്റാമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. അതുപോലെ പ്യുവർ എയർ പ്യുവർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? കുറേ അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാം. ഇൻഫ്ലുവൻസ് പോലെ പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ പറ്റും. അപ്പോൾ അത് കുട്ടികളെ എന്ത് ചെയ്യും? ബോഡി ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടറാണ് എൻവിറോൺമെൻറ്റൽ ഫാക്ടർ. Though heredity and environmental are closely interrelated and each human being at birth has a gene determined physical, mental and biological potential. എന്താ പറയുന്നത്? ഹെറിഡിറ്റിയും അതുപോലെ എൻവിറോൺമെൻറ്റ് ഇൻ്റർ റിലേറ്റഡ്, ഒന്നിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ജനിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ജീനിലൂടെ ഒരുപാട് കിട്ടും? ട്രൈറ്റുകൾ കിട്ടാറുണ്ട്. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ബയോളജിക്കലായിട്ടും പൊട്ടൻഷ്യൽസ് കിട്ടാറുണ്ട്. എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് ന്യൂട്രീഷൻ, ലിവിങ് സ്റ്റാൻഡേർഡ്, ഫാമിലി സറൗണ്ടിങ്സ് എക്സെട്ര. അപ്പോൾ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെ? ന്യൂട്രീഷന്, ലിവിങ് സ്റ്റാൻഡേർഡ്, ഫാമിലി ആൻഡ് സറൗണ്ടിങ്സ്. This potential may not be reached because of environmental influences. Environmental influences this potential only to a limited extent, favored by or unfavorably. ഇതെന്താ? ഈ എൻവിറോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് എന്താ? ഈ പൊട്ടൻഷ്യലിനെ ലിമിറ്റഡ് എക്സ്റ്റെൻറ്റിൽ, കുറഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്യുള്ളൂ? എഫക്റ്റ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഹെൽത്ത് ഫാക്ടേഴ്സ് ആണ്. ഹെൽത്ത് ഫാക്ടേഴ്സ്: ദ ചിൽഡ്രൻ ആർ ഹൈലി വൾണറബിൾ ടു ബി ദ നെഗറ്റീവ് ഹെൽത്ത് കോൺസിക്വൻസസ് അസോസിയേറ്റഡ് വിത്ത് മെനി എൻവിറോൺമെൻറ്റൽ എക്സ്പോഷേഴ്സ്. എന്നുവെച്ചാൽ നെഗറ്റീവ് ഹെൽത്ത് കോൺസിക്വൻസസ് എൻവിറോൺമെൻറ്റൽ എക്സ്പോഷർ കാരണം കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. ഹെൽത്ത് ഫാക്ടേഴ്സ് ലൈക്ക്, ഹെൽത്ത് ഫാക്ടറിൽ വരുന്ന ഫാക്ടേഴ്സുകളാണ് ഇതൊക്കെ: ഫിസിക്കൽ എക്സസൈസ്,
സ്പോർട്സ്, ഗെയിംസ് എക്സെട്ര. ഇതാണ് ഹെൽത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. അപ്പോൾ ഈ ഹെൽത്ത് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ്, സ്പോർട്സ്, ഗെയിംസ് ഒക്കെ ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദീസ് ഫാക്ടേഴ്സ് ആൾസോ ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതുപോലെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് മാത്രമല്ല ഓവറോൾ ഗ്രോത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. സോ സ്കൂൾ ഷുഡ് പ്രൊവൈഡ് ഫിസിക്കൽ എക്സസൈസസ് ആൻഡ് ഗെയിം ഫോർ ചിൽഡ്രൻ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് സ്കൂളുകൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസിനുള്ള സമയം കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, പ്രിനാറ്റൽ പീരീഡ്. എങ്ങനെയാണ് പ്രീനാറ്റൽ പീരീഡ് ഡെവലപ്മെൻറ്റിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഹെൽത്ത് ഓഫ് ദ മദറിൻ്റെ ഹെൽത്ത്, മദറിൻ്റെ ന്യൂട്രീഷൻ, ഇമ്മ്യൂണൈസേഷൻ, മെൻ്റൽ സ്റ്റേറ്റ് അഫക്റ്റ് ദ ബേബി ഇൻ ദ വോംബ്. അതെന്ത് ചെയ്യും, കുട്ടിയെ, ഗർഭസ്ഥ ശിശുവിനെ അഫക്റ്റ് ചെയ്യും. ഏതൊക്കെയാണ് മദറിൻ്റെ ഹെൽത്ത്, മെറ്റേണൽ ന്യൂട്രീഷൻ, മെറ്റേണൽ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് മെൻ്റൽ സ്റ്റേറ്റ്. മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ മാനസിക ഉല്ലാസം, ഇതൊക്കെ എന്ത് ചെയ്യും, വോംബിലുള്ള കുട്ടിയെ എഫക്റ്റ് ചെയ്യും. ദെൻ ഫാമിലി വേർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ baby take place is directly affect the development of the child. If ഏത് ഫാമിലിയിലാണോ കുട്ടി വളരുന്നത് വെച്ചാൽ ആ ഫാമിലിയുടെ ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്സുകൾ ഏതിനെ അഫക്റ്റ് ചെയ്യും, കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെയും അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സെക്സ് ഡിഫറൻസ് നമുക്ക് ഏതിൽ കാണാൻ പറ്റും, ഡെവലപ്മെൻറ്റിൽ കാണാൻ പറ്റും. അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ദ റേറ്റ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഈസ് മോർ ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻഫാൻസി സ്റ്റേജിൽ ഇൻക്രീസിങ് ആവും, റാപ്പിഡ് ആവും. പക്ഷെ അതെന്തുണ്ട്, സ്ലൈറ്റ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും ബോയ്സിലും ഗേൾസിലും. അത് കൂടുതൽ റാപ്പിഡ് കാണാൻ പറ്റുന്നത് ബോയ്സിലാണ്. കൂടുതൽ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുക ബോയ്സിലാണ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ചൈൽഡ് അഫക്റ്റ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. കുട്ടിയുടെ ജ്ഞാനോന്മുഖ വികസനത്തിന് എന്ത് എഫക്റ്റ് ചെയ്യാറുണ്ട്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാന്നുള്ളത്. ഇത് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടാണ്. കാരണം സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഹൈ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ന്യൂട്രീഷൻ, അതുപോലെ പ്രോപ്പർ ഹെൽത്ത് കെയർ, അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കാൻ പറ്റും. അത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെ, അതുപോലെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിനെ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് പഠിക്കുന്നത് കൊണ്ടുള്ള എഡ്യൂക്കേഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ടോട്ടൽ മേക്കപ്പ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ മേക്കപ്പിനെ എന്ത് ചെയ്യും, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബാലൻസ്ഡ് ഫംഗ്ഷനിങ് ഓഫ് ദ സിസ്റ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബാലൻസ്ഡ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ബാലൻസ്ഡ് ബോഡി ഫംഗ്ഷനിങ്ങിന് എന്ത് ചെയ്യണം, ബാലൻസ്ഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഓരോ ബോഡിയിലേക്കും ഓരോ പാർട്ടിനും എന്താണ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായി നടക്കണമെന്നുണ്ടെങ്കിൽ ഓരോ പാർട്ടും എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നോളജ് ഓഫ് ദ പ്രോസസ് ഓഫ് ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു അച്ചീവ് ദ എഡ്യൂക്കേഷണൽ പ്രോസസ്. എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ അച്ചീവ്മെൻറ്റ് നേടാൻ ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ ടീച്ചർ എന്ത് ചെയ്യും, പ്രോപ്പർ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയനെ കുറിച്ചുള്ള അറിവ് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബോഡി സിസ്റ്റം ഡിസൈഡ്സ് ദ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ദ ടോട്ടൽ ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ആളുടെ ബോഡി സ്ട്രക്ചറാണ് അയാളുടെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡൊക്കെ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ടോട്ടൽ ബിഹേവിയറും ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഫിസിക്കലി വെല്ലായിട്ടുള്ള ഒരാൾ ആറ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഒന്നും ആവില്ല ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവുക. Study of the pattern of physical growth and development helps the teacher from knowing what can be expected from the child at a particular age level. ഓരോ പെർട്ടിക്കുലർ ഏജിനനുസരിച്ചും ഒരു കുട്ടിക്ക് എത്രമാത്രം ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്നുള്ളതിൻ്റെ അറിവാണെങ്കിൽ അറിവ് ടീച്ചറെ എന്തിനു ഹെൽപ്പ് ചെയ്യും, ആ കുട്ടികളുടെ പ്രോപ്പർ ഏജ് അനുസരിച്ചിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, ആക്ടിവിറ്റീസുകൾ സ്കൂളിൽ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി പ്രീനാറ്റൽ സ്റ്റേജിലുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. പ്രീനാറ്റൽ സ്റ്റേജിലുള്ള ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ജെർമേനിയൽ സ്റ്റേജ്, ഇത് 2 വീക്കിൻ്റെ സ്റ്റേജാണ്. 2 വീക്ക് സ്റ്റേജ് വെൻ ദ സൈഗോട്ട് ട്രാവൽസ്. സൈഗോട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ട്രാവൽ ചെയ്യാൻ തുടങ്ങും യൂട്രസ് ആൻഡ് അറ്റാച്ച്ഡ് ഇറ്റ് സെൽഫ് ഇൻ ദ യൂട്രൈൻ വാളിൽ എന്ത് ചെയ്യും, അത് അറ്റാച്ച് ചെയ്യും. ദിസ് ഈസ് ആൾസോ വെൻ എ റാപ്പിഡ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ്. ആ ഒരു സമയത്ത് ജെനൈറ്റൽ സ്റ്റേജിൽ റാപ്പിഡ് സെൽ ഡിവിഷൻ, പെട്ടെന്ന് സെല്ല് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിവിഷൻ ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ആണ് എംബ്രിയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. വെൻ ദ എംബ്രിയോ ഡെവലപ്സ് ഓൾ ഓഫ് ദ സിസ്റ്റം, ഓർഗൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ബോഡി. ഈ എംബ്രിയോയിൽ എന്ത് ചെയ്യും, ബോഡി സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, എല്ലാ സിസ്റ്റം
സിസ്റ്റംസും ഓർഗൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും എംബ്രിയോണിക് സ്റ്റേജിൽ. ലാസ്റ്റ് ഫ്രം ദ ബിഗിനിങ് ഓഫ് 3 weeks ത്രൂ വീക്ക് ഫീറ്റൽ സ്റ്റേജ്. 3 ആഴ്ച മുതൽ 8 ആഴ്ച വരെ എന്താവും ഫീറ്റൽ സ്റ്റേജ് എന്ന മൂന്നാമത്തെ സ്റ്റേജാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഫീറ്റൽ സ്റ്റേജിൽ എന്താ ലാസ്റ്റ് ഫ്രം ദ എൻഡ് ഓഫ് 8th week വെൻ ബോൺ സെൽസ് ഫ്രം അണ്ടിൽ ബർത്ത് എന്ത് ചെയ്യുന്നു ബോൺ എല്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ഏതുവരെ ബർത്ത് വരെയുള്ള കാലഘട്ടം. സെവറൽ സ്റ്റഡീസ് ഓഫ് ന്യൂ ബോൺസ് ഹാവ് ഷോൺ ദാറ്റ് ദേ റിമെമ്പർ സൗണ്ട്സ് വിച്ച് ദേ വർ എക്സ്പോർട്സ് അതുപോലെ അവർ യൂട്രസിലായിരിക്കുന്ന സമയത്ത് അവർ കേട്ട സൗണ്ടുകൾ പല കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റഡികൾ ഇപ്പോൾ നമ്മൾ ആ കളിമണ്ണ് ബ്ലസ്സിയുടെ ഇതിൽ ശ്വേതാമേനോന് പറയുന്നുണ്ട് അല്ലേ, എനിക്ക് ഈ ഒരു മോക്ക് ആ പാട്ട് കേട്ട് ലാലി ലാലി എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ട് ചെറുപ്പത്തിൽ തന്നെ അവളെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും ശ്രദ്ധിച്ച് കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ന്യൂ ബോൺ ആയിരിക്കുമ്പോൾ അവർ കേൾക്കുന്ന സൗണ്ടുകൾക്ക് അവർ പ്രതികരിക്കും എന്നാണ് പറയുന്നത്. ഈ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ന്യൂ ബോണിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണ്? സോഫ്റ്റ് സ്പോട്സ് ശരീരത്തിൽ പല 2 സോഫ്റ്റ് സ്പോട്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അവരുടെ ഹെഡിൽ. ഫോണ്ടനൽസിൽ അതുപോലെ വേർ ദ സ്കൾ ബോൺസ് ഹാവ് നോട്ട് ഫുള്ളി ഫോംഡ് ഇറ്റ്. അവിടെ എന്ത് ചെയ്യില്ല സ്കൾ ബോൺസ് ഫുള്ള് ഫോം. നമ്മൾ പതപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഈ മുൻഭാഗത്തായിട്ട്, അതാണ് ഫോണ്ടനറ്റ്സ് എന്ന് പറയുന്നത്. ഓൺ അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ഹെഡ് ആൻഡ് അറ്റ് ദ അതർ അറ്റ് ദ ബാക്ക്. നമ്മളെ ബാക്ക് സൈഡിലും അതുപോലെ നമ്മളെ ഫ്രണ്ട് സൈഡിലും ഹെഡിൻ്റെ ഈ ഭാഗത്ത് സോഫ്റ്റ് സ്പോട്സ് നമുക്ക് കാണും ന്യൂ ബോണിൽ. അതുപോലെ അവരുടെ സ്കിന്ന് എന്ന് പറഞ്ഞാൽ തിന്നർ ദാൻ അഡൽറ്റിനേക്കാളും തിന്നാവും ആൻഡ് ആസ് ഡിഫറെൻറ്റ് സ്ട്രക്ചർ. അതിൻ്റെ സ്ട്രക്ചറിലും വ്യത്യാസം ഉണ്ടാവും. ദേ മേ ഹാവ് റെഡ് ബ്ലോച്ചസ് വിത്ത് സ്മാൾ വൈറ്റ് ലംസ് ഇൻ ദ മിഡിൽ. റെഡ് ബ്ലോച്ചസാണ് നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ഇടയിലല്ല വൈറ്റ് ലംസ് കാണും, നടുക്കായിട്ട് വൈറ്റ് ലംസ് കണ്ടിട്ട് അതിൻ്റെ ചുറ്റും റെഡ് ബ്ലോച്ചസ് നമുക്ക് കാണാൻ പറ്റും. ഓർ വൈറ്റ് ബംസ് കാൾഡ് മീലിയ ദർ ഫേസ് ആൻഡ് ചെസ്റ്റ്. അതുപോലെ ഫേസിലും ചെസ്റ്റിലും ഒക്കെ നമുക്ക് ബംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മീലിയ എന്ന് പറയുന്ന വൈറ്റ് ബംസുകളെ നമുക്ക് കാണാൻ പറ്റുന്നവ. ഐസ് എന്ന് പറയാം, ന്യൂ ബോണിൻ്റെ ഐസ് അല്ലെങ്കിൽ ഐലിഡ് എന്ന സൊള്ളനായിട്ടാവും ഉണ്ടാവുക. അതുപോലെ വാട്ടറി ഐ ആവും, കണ്ണെപ്പോഴും നനഞ്ഞുകൊണ്ടാവും ഉണ്ടാവുക. their eyes may also look crossed from the first 2 months. ക്രോസ് ആയിട്ടാണ് നമുക്ക് തോന്നുക, രണ്ട് ഇതിലേക്കായിട്ട് നമ്മൾ കോങ്കൺ എന്ന് പറയുന്ന പോലെ ക്രോസ് ആയിട്ട് നമുക്ക് തോന്നും 2 months 2 മാസത്തോളം. പിന്നെ ന്യൂ ബോൺ ഓഫൺ ഹാവ് സ്റ്റഫി നോസ്. അവരുടെ നോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഫി ആയിട്ടാവും ഉണ്ടാവുക. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് മേ ഹാവ് സ്മാൾ ബ്രീസ്റ്റ്. അവർക്ക് എന്തുണ്ടാവും ചെറിയ ബ്രീസ്റ്റ് ഉണ്ടാവും. മേ ലീക്ക് മിൽക്ക്, അതിനെന്ത് ചെയ്യുക മിൽക്ക് ലീക്ക് ചെയ്യുന്ന പോലെ, കാരണം അതൊക്കെ പിന്നെ അവരെന്ത് ചെയ്യാനാണ് ഫ്യൂ വീക്സ് കഴിയുമ്പോൾ നോർമലി ആയിട്ട് ഇല്ലാണ്ടായി പോകണതാണ്. പിന്നെ ഹെഡ് സൈസ് എന്ന് പറയുന്നത് ന്യൂ ബോണിൻ്റെ ഹെഡ് സൈസ് ലാർജ് ആവും ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ബോഡി പാർട്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഹെഡാവും ഉണ്ടാവുക. മേക്കിംഗ് അപ്പ് അബൌട്ട് 1/4 ഓഫ് ദയർ ടോട്ടൽ ബോഡി ലെങ്ത്. ടോട്ടൽ ബോഡി ലെങ്ത്തിൻ്റെ 1/4 എന്താവും അവരുടെ ഹെഡാവും ഉണ്ടാവുക. ദിസ് മച്ച് ലാർജർ ദാൻ വൺ അഡൽട്ട് ഹെഡ്. അഡൽട്ടിൻ്റെ ഹെഡിനേക്കാളും വലിയ ഹെഡാവും ഉണ്ടാവുക. വിച്ച് മേക്ക് അപ്പ് ഓൺലി അബൌട്ട് 1/7 ഓഫ് ദയർ ടോട്ടൽ ബോഡി ലെങ്ത്. പക്ഷെ അഡൽട്ട് ആകുമ്പോൾ അത് എന്തായിട്ട് മാറും 1/8 ഒരു ഭാഗമായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രൊപ്പോർഷണൽ. ഇത് ഈ വീഡിയോയിൽ ശരിക്കും നമുക്ക് ഈ ഒരു പിക്ചറിൽ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇൻഫാൻസി സ്റ്റേജിൽ 2 months ആയിരിക്കുമ്പോൾ 3 months ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ 2 years ബർത്ത് സമയത്ത് 2 yearsൽ 5 yearsൽ 25 yearsൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ നോക്കിയാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഹെഡിൻ്റെ ഇവിടെ നോക്കിയാൽ ഈ ഫിഗറിലും അങ്ങനെ തന്നെ അല്ലേ, വലിയ ഹെഡായിരുന്നു, പിന്നെ അതിങ്ങനെ സർക്കംസ്റ്റൻസ് കുറഞ്ഞ് വന്നിട്ട് ബോഡി പ്രൊപ്പോർഷനായിട്ടിനോട് കറക്റ്റായിട്ട് ചേർന്ന് നിന്നിട്ടുണ്ട്. ഇനി ഇൻഫാൻറ്റിലെ മോട്ടോ റിഫ്ലക്സസ്, അവരിലുണ്ടാകുന്ന റിഫ്ലക്ഷൻസ് ആണ് എന്തൊക്കെയാണ്? ബ്ലിങ്കിങ് ആണ്. ഇൻ റെസ്പോൺസ് ടു പഫ് ഓഫ് എയർ ഇൻഫാൻറ്റ് ക്ലോസ് ബോത്ത് ഐസ്. പഫ് ഓഫ് എയറിൻ്റെ പഫ് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ഇത് എന്ത് ചെയ്യാറുണ്ട് ക്ലോസ് ചെയ്യാറുണ്ട്. പിന്നെ ബേബിൻ സ്കിൻ എന്ന് പറഞ്ഞാൽ സ്ട്രോക്കിങ് ഓഫ് ഇറ്റ്സ് ഫൂട്ടിൻ്റെ സ്ട്രോക്കിങ്. ദ ഇൻഫാൻറ്റ് ട്വിസ്റ്റ് ഇറ്റ്സ് ഫൂട്ട് ഇൻവാർഡ് ആൻഡ് ഫാൻസ് ഔട്ട് ഇറ്റ്സ് ടോസ്. അതെന്ത് ചെയ്യും ആ കാലിങ്ങനെ ഉള്ളിലേക്ക് വലിക്കുന്നതിനാണ് പറയുന്നത്. പിന്നെ എന്താ ഗ്രാസ്പ് ചെയ്യാൻ, ഒബ്ജക്റ്റുകൾ ഗ്രാസ്പ് ചെയ്യാൻ നോക്കും. മോറോ എന്ന് പറഞ്ഞാൽ ലൗഡ് നോയ്സ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഷോക്കിനെയാണ്, ഞെട്ടൽ എന്ന് പറയില്ല, അതിനാണ് മോറോ എന്ന് പറയാം. റൂട്ടിങ് ഇൻ റെസ്പോൺസ് ടു സ്ട്രോക്കിംഗ് ഇറ്റ്സ് ചീക്ക്. ഇൻഫാൻറ്റ് ടേൺസ് ടു ഇറ്റ്സ് ഹെഡ് ടുവാർഡ്സ് ദ ടച്ച് ആൻഡ് അറ്റംപ്റ്റ്സ് ടു സക്ക്. എന്താ ചീക്കിൽ നിന്നില്ല ചീക്കിലേക്ക് അവർ സ്ട്രോക്കിംഗ് ഇറ്റ്സ് ചീക്ക് റെസ്പോൺസ് ടു ചീക്കിൽ വരുന്ന സ്ട്രോക്കിങ്ങിനോടുള്ള റെസ്പോൺസാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്.
സ്റ്റെപ്പിങ് ഇൻഫാൻറ്റ് സോ ദാറ്റ് ഇറ്റ്സ് ഫീറ്റ് ബെയർലി ടു ടച്ച് എ സർഫേസ് ദ ഇൻഫാൻറ്റ് വാക്സ്. അവർ സർഫസ് എന്ത് ചെയ്യും, ഇവിടെ ഒരു സർഫസിൽ ടച്ച് ചെയ്ത് തോന്നി അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. സ്റ്റെപ്പിങ്. സക്കിങ്, അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, നോർമലി സക്ക് ചെയ്യാൻ തുടങ്ങും. ബേബ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് ഇറ്റ്സ് ഫോർഹെഡിൽ നമ്മൾ കൊടുക്കുന്ന ഇതാണ്. ദ ഇൻഫാൻറ്റ് ടേൺസ് ടു ഇറ്റ്സ് ഹെഡ് ആൻഡ് ഓപ്പൺ ഇറ്റ്സ് മൗത്ത്. ഫോർഹെഡിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റിമുലി കൊടുക്കണമെങ്കിൽ ഉമ്മ കൊടുക്കണം, അവരെന്ത് ചെയ്യും, ഹെഡ് ടേൺ ചെയ്തിട്ട് മൗത്ത് ഓപ്പൺ ചെയ്യുന്നതാണ് പറയുന്നത്. പ്ലാന്റർ എന്ന് പറഞ്ഞാൽ ഇൻ റെസ്പോൺസ് ടു ടച്ചിങ് ടു ദ ബാൾ ഓഫ് ദ ഫുട്ടിൻ്റെ ബാളിൽ അറ്റ് ദ ഇൻഫാൻറ്റ് ക്രൂവൽസ് ഇറ്റ്സ് ടോസ് അണ്ടർ. എന്ത് ചെയ്യും, അണ്ടറിലേക്ക് മുകളിലേക്ക് ടോ എന്ത് ചെയ്യും, അണ്ടറിലേക്ക് ക്രോൾ ചെയ്യും, ഇങ്ങനെ എന്താ പറയുക, വളച്ച് വയ്ക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. താങ്ക് യു.